ഹലോ, ഗുഡ് ഈവനിങ് മക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് മാത്തമാറ്റിക്സിൻ്റെ മാരത്തോണിൻ്റെ സെക്കൻഡ് ഡേ ആണല്ലേ. കഴിഞ്ഞ ദിവസത്തെ എടുത്ത മാരത്തോണിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്നായിരിക്കും കവർ ചെയ്യുന്നത്. അപ്പം വേഗം കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് വേഗം കൂട്ടുകാരെ കൊണ്ട് പെട്ടെന്നെങ്കിൽ പോര്. അപ്പം ഞാൻ 2 സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് കൂട്ടുകാരെ എല്ലാം വിളിച്ചുകൊണ്ട് വാ. ബുക്ക്, പേന എല്ലാം റെഡിയാക്കി വെച്ചേക്കണം. ഓക്കെ, കമ്മോൺ മക്കളെ, ലെറ്റ്സ് ഗോ ഫോർ എക്സാം. ഓൺ ദ വേല ചെയ്തിട്ട് പോകാം റിവിഷൻ. Come on മക്കളെ, let's go for an exam. On the village ചെയ്തിട്ട് പോകാം എക്സാം. അപ്പോൾ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഓക്കെ, നമ്മുടെ ഇന്നത്തെ മാരത്തോൺ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാം. എന്താണ്? ഒരു ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള റിവിഷനാണ് പ്ലാൻ ചെയ്യുന്നത്. ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള ഒരു റിവിഷൻ, അതും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളുടെ. കൂടാതെ ഓരോ ചാപ്റ്ററിൻ്റെയും കഴിയുമ്പം സെലക്റ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആൻസർ പ്രസൻറ്റേഷനും നമുക്ക് ചെക്ക് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് കുറേയധികം ഡൗട്ട്സുകൾ കാണുമല്ലോ, അതും നമുക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ ആയിരുന്നു എടുത്തിരുന്നത്? 4 ചാപ്റ്റേഴ്സ്. ചാപ്റ്റർ 6, 7, 8, 9. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ്, സ്ട്രേറ്റ് ലൈൻസ്. ഇനി നമുക്ക് ബാക്കി ഏതൊക്കെ ചാപ്റ്റർ ഉണ്ട്? യെസ്, നമുക്ക് ഇനി ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കാൻ എത്ര ചാപ്റ്റർ ഉണ്ട്? 3 ചാപ്റ്റർ ഉണ്ടല്ലേ. 3 ചാപ്റ്റർ ഏതൊക്കെയാണ്? ചാപ്റ്റർ 10, 11, 12. ഏതൊക്കെയാണ്? കോണിക് സെക്ഷൻസ്, ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അപ്പം ആദ്യം നമ്മൾ ഏതാ നോക്കാൻ പോകുന്നത്? കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? യെസ് എടാ, കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ആകെ 4 കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. എന്താണ്? സർക്കിള്, പാരബോള, എലിപ്സ്, ഹൈപ്പർബോള. ഈ 4 പഠിച്ച ഈ ചാപ്റ്റർ സെറ്റാണ്. മിസ് ചെയ്ത് പഠിക്കണ്ടേ അല്ലേ? ഈ പഠിക്കാം. നമുക്ക് ഈ ചാപ്റ്റർ ഈ ഇതിനകത്ത് മാരത്തോണിൽ നമുക്ക് സെറ്റാക്കി പോകാം. നമുക്ക് പോയാലോ? അതെ, അപ്പം ആദ്യം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് ആണ് അല്ലേ. അപ്പം ഇതെന്താ? ഈ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. ഇനി ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ ഇങ്ങോട്ടൊരു പോയിന്റ് വരയ്ക്കുവാണെങ്കിൽ ഈ ഒരു ലൈന് പറയുന്നത് എന്താണ്? റേഡിയസ് അല്ലേ. ഇതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ്. റേഡിയസിന് നമ്മൾ സ്മോൾ ലെറ്റർ R കൊണ്ട് ഡിനോട്ട് ചെയ്യും അല്ലേ. കാണാവോ? സ്മോൾ ലെറ്റർ R കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇപ്പം ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആണെന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ടു എ പോയിന്റ് ഓൺ ദി സർക്കിൾ. സർക്കിളിലെ ഒരു പോയിന്റും സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? യെസ്, റേഡിയസ് ആണെന്നും നമ്മൾ പറഞ്ഞു. എടാ മക്കളെ, ഈ സീനെ ഉണ്ടല്ലോ, ഏത് നമ്മുടെ സെൻറ്ററിനെ അല്ലേ, സെൻറ്ററിനെ നമുക്ക് HK എന്ന് നെയിം ചെയ്താൽ, HK എന്ന് നെയിം ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ കട്ടിയുള്ളത് എടുക്കാവേ. ഓക്കെ, സെൻറ്ററിനെ നമുക്ക് HK എന്ന് നെയിം ചെയ്താൽ നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് എന്തായിരിക്കും? അറ്റ് എ പോയിന്റ്, ഈ ഒരു പോയിന്റ് XY ആണ്. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, P എന്ന് പറഞ്ഞ പോയിന്റ് XY ആണെങ്കിൽ സെൻറ്ററിനെ നമ്മൾ HK എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് എഴുതുമ്പോൾ എങ്ങനെ ഇരിക്കും? ഡിസ്റ്റൻസ് ഫോർമുല മറന്നുപോയോ? ഏതാണ്? √x - h the whole square plus y - k the whole square equal to R എന്നുള്ള ഫോർമുല. ഇവിടെ ഈ റൂട്ട് മാറ്റി നമുക്ക് അതിനെ ഒന്നുകൂടെ എഴുതിയാലോ? എങ്ങനെ വരും? x - h the whole square plus y - k the whole square equal to R square എന്ന് വരും അല്ലേ. R square എന്ന് വരും. ഇനി അപ്പം സർക്കിളിൽ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് ഇത്രയും പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം, പുറകെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം നോക്കിയേ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഏതാ? പാരബോള അല്ലേ. പാരബോള എന്ന് വെച്ചാൽ എന്താ മക്കളെ? പാരബോള ഇസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് ലൈൻ ആൻഡ് എ ഫിക്സഡ് പോയിന്റ്. ഈ ഫിഗർ നോക്കിക്കേ, ഇതിനകത്ത് ഇതാണ് ഒരു ഫിക്സഡ് ലൈന്, ഈ ഫിക്സഡ് ലൈന്. ഇനി ഇതിനെ നമുക്കൊരു ഫിക്സഡ് പോയിന്റ് ആയിട്ട് എടുക്കാം. ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുകയാണ്, ഫിക്സഡ് ലൈനിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇതിന് ഈ വരയ്ക്കുന്ന ലൈനും ഈ വരയ്ക്കുന്ന ലൈനും
ഇക്വി ഡിസ്റ്റൻസ് ആയിരിക്കണം. ഇക്വി ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ, ഈക്വൽ ആയിരിക്കണം. ഇവിടെ എക്സ് ആണെങ്കിൽ ഇതും എക്സ് ഡിസ്റ്റൻസ് ആയിരിക്കും. അങ്ങനെ ഇക്വി ഡിസ്റ്റൻസ് വരുന്ന പോയിന്റുകളുടെ ഒരു സെറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാരബോള എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഫിക്സഡ് ആയിട്ടുള്ള ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡയറക്ട്രിക്സ്. ഇനി ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റിനെയോ, ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റിനെ വിളിക്കുന്നത് എന്താണ്, ഫോക്കസ്. അതെ, ഫിക്സഡ് ലൈൻ എന്ന് വിളിക്കുന്നത് ഡയറക്ട്രിക്സ്, ഫിക്സഡ് പോയിന്റിനെ വിളിക്കുന്നത് ഫോക്കസ്. ഇനി നോക്കിക്കേ, ഇനി എന്താ പറയുന്നത്, a line through the focus and perpendicular to the directrix. ഒരു ലൈന് ഫോക്കസിൻ്റെ മുകളിൽ കൂടെ, ഓക്കെ, ഫോക്കസിലൂടെയുള്ള ഒരു ലൈന്. എന്നാൽ ഇതല്ലേ നമ്മുടെ ഫിക്സഡ് ലൈൻ വിളിക്കുന്ന പേരെന്തായിരുന്നു, ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, ആക്സിസ് ഓഫ് പാരബോള. എന്താണ് വിളിക്കുന്നത്, ആക്സിസ് ഓഫ് പാരബോള. അതെ, ഇതാണ് നമ്മുടെ ആക്സിസ്. ഇനി ഇവിടെ ഈ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, പാരബോള ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്, അതിനെ വിളിക്കുന്നതാണ് എന്ത്, വെർട്ടെക്സ്. എന്താണ്, വെർട്ടെക്സ്. ഓക്കെ, അപ്പം ഇനി നോക്കിക്കേ, പാരബോള എന്താ നമ്മൾ പഠിച്ചു. ഇനി പാരബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. പാരബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നോക്കിക്കേ, ഇതാണ് ആദ്യത്തെ ഫിഗർ. അതെ, ഇങ്ങനെ വരുവാണെങ്കിൽ, ഫിഗർ നമ്മുടെ ഇങ്ങനെ വരുവാണെങ്കിൽ അതിൽ വരുന്ന ഇക്വേഷൻ ഏതാണ്, y² = 4ax എന്ന് വരും. എന്താണ്, y² = 4ax എന്ന് വരും. ഇനി ഫിഗർ ഇങ്ങനെ ആണെങ്കിലോ, ഇങ്ങനെയാണ് നമ്മൾ പാരബോള വരയ്ക്കുന്നതെങ്കിലോ എന്തായിരിക്കും വരുന്നത്, യെസ്, y² = -4ax. എന്താണ്, y² = -4ax എന്ന് വരും. ഇനി നമുക്കിനി രണ്ട് ടൈപ്പ് പാരബോളയും കൂടെ വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണ്, ദാണ്ടേ ഇങ്ങനെ അല്ലേ, മേളിലേക്ക്. അങ്ങനെ വരയ്ക്കുമ്പോൾ എന്താ വരുന്നത്, x² = 4ay എന്ന് വരും. നേരത്തെ എന്തായിരുന്നു, നമ്മൾ y² = എന്നായിരുന്നു എഴുതിയിരുന്നത്. ഇവിടെ ഈ കേസിൽ എന്താ വരുന്നത്, x² = 4ay എന്ന് വരും. ഇനി ഇങ്ങനെ താഴേക്ക് വരയ്ക്കുവാണെങ്കിലോ എന്താ വരുന്നത്, x² = -4ay എന്ന് വരും. എന്താ വരുന്നത്, x² = -4ay എന്ന് വരും. ഇനി നമുക്കൊരു ടോപ്പിക് പഠിക്കാനുള്ളത് ലാറ്റസ് റെക്ടം. എന്തിൻ്റെ, പാരബോളയുടെ ലാറ്റസ് റെക്ടം എന്താണെന്ന് നോക്കാം. അപ്പം നോക്കിയേ, ലാറ്റസ് റെക്ടം ഓഫ് പാരബോള is a line segment perpendicular to the axis of parabola. ഇതാണ് നമ്മുടെ ആക്സിസ് ഓഫ് പാരബോള. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അല്ലേ, പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ 90 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്ന ത്രൂ ഫോക്കസ്. ഇതാണ് നമ്മുടെ ഫോക്കസിലൂടെ പോകുന്ന, ഇതാണ് നമ്മുടെ ഫോക്കസിലൂടെ പോകുന്ന, എന്നാൽ നമ്മുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എൻഡ് പോയിന്റുകൾ ഓൺ പാരബോള. പാരബോളയിൽ അതിൻ്റെ എൻഡ് പോയിന്റ്സ് വരുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലാറ്റസ് റെക്ടം എന്ന് വിളിക്കുന്നത്. അതായത് നോക്കിയേ, ഇതാണ് നമ്മുടെ, ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫോക്കസ്, ഇതാണ് നമ്മുടെ ആക്സിസ്. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടും ഫോക്കസിലൂടെ പോകുന്നതും അതിൻ്റെ എൻഡ് പോയിന്റ്സ് പാരബോളയിൽ നിൽക്കുന്നതുമായിട്ടുള്ള ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലാറ്റസ് റെക്ടം എന്ന് വിളിക്കുന്നത്. ലാറ്റസ് റെക്ടം എന്ന് വിളിക്കുന്നത്. ഈ ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, പാരബോളയുടെ ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ഇക്വേഷൻ, = 4a. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനാണ്, എലിപ്സിനെയാണ് നോക്കുന്നത്. എലിപ്സ് എന്താണ്, an ellipse is a set of all points in a plane. The sum of whose distance from 2 points in the plane is a constant. അതായത് ഇവിടെ നോക്കിയേ, ഇത് രണ്ട് ഫിക്സഡ് പോയിന്റ്സ്. ഇതിൽ നിന്ന് നമ്മളൊരു വര വരയ്ക്കുകയാണ്. ഇവിടെ ഒരു പോയിന്റിലേക്ക് വര വരച്ചു. ഇതിനെ ഇപ്പം നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, ഇതിനെ വൈ എന്ന് കൊടുക്കാം. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നേരെ എഴുതാം, എക്സ് പ്ലസ്, ഇതൊരു ഒരു ഫോക്കസ്, ഇതൊരു ഫോക്കസ്. ഇവിടെ നമ്മൾ വര വരച്ചു. ഇതിനെ നമ്മൾ എക്സ് എന്നും ഇതിനെ നമ്മൾ വൈ എന്നും നെയിം ചെയ്തു.
ഇവരുടെ സമ്മ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, 2 പോയിന്റ്സ് അങ്ങനെയുള്ള പോയിന്റുകളുടെ ഒരു കളക്ഷൻ, ഒരു സെറ്റാണ് എന്ത് നമ്മുടെ എലിപ്സ് എന്ന് പറയുന്നത്. 2 ഫിക്സഡ് പോയിന്റ്സ് ആർ കോൾഡ് ഫോക്കി. എന്താണ്ടേ 2 ഫിക്സഡ് പോയിന്റുകളെന്ന് പറയുന്നില്ലേ, അവരെ വിളിക്കുന്ന എന്താണ്? ഫോക്കി. അവരെ വിളിക്കുന്ന എന്താണ്? ഫോക്കി. ഇനി ഇവിടെ നോക്കിക്കോണം, ഇതിനകത്ത് ഇത് നമ്മുടെ ഒരു എലിപ്സ് ആണ്. ഇതാണ് നമ്മുടെ സെൻറ്റർ. 2 ഫിക്സഡ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവരെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? 2 ഫോക്കസുകളാണ്, 2 ഫോക്കികളാണ്. ഓക്കെ, ഇതിനെ താണ്ടെ ഈ വലിയ ആക്സിസിലെ താണ്ടെ ഈ ഒരു ആക്സിസ് ആണല്ലോ നമ്മുടെ വലുത് അല്ലേ, ലെങ്ത് കൂടുതലുള്ളത് ഈ ഒരു ആക്സിസ് അല്ലേ, അതായത് എ ബിക്കല്ലേ. എ ബിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? മേജർ ആക്സിസ്. എന്താണ്? മേജർ ആക്സിസ്. ഇനി സി ഡിയോ, സി ഡി ചെറുതല്ലേ, എ ബിയോട് വെച്ച് കമ്പയർ ചെയ്യുമ്പം സി ഡി എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പം ചെറുതായിട്ടുള്ള ആക്സിസിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മൈനർ ആക്സിസ്. എന്താണ്? മൈനർ ആക്സിസ്. ഓക്കെ, ഇനി ഇത് രണ്ടും കട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വെർട്ടെക്സ് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ വെർട്ടെക്സ് എന്ന് വിളിക്കും. ഇനി നോക്കിക്കോണം, ഇതിനെ നമ്മൾ നെയിം ചെയ്യുമ്പം 2 ഫോക്കസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതിനെ നമ്മൾ 2C എന്ന് വിളിക്കും. അതായത് ഒരു ഫോക്കസിന് അടുത്തുനിന്ന് സെൻറ്ററിലേക്ക് ഒരു സിയും അടുത്തതിലേന്ന് സിയും. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, നമ്മൾ നേരത്തെ മേജർ ആക്സിസും മൈനർ ആക്സിസും പറഞ്ഞില്ലേ, അതിൽ മേജർ ആക്സിസിൻ്റെ വരുമ്പോഴത്തേക്കും ഏതാണ് നമ്മുടെ മേജർ ആക്സിസ്? യെസ്, ഇതുവരെയാണ് നമ്മുടെ മേജർ ആക്സിസ്. മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2A ആയിരിക്കും. അതായത് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എയും. ഇനി മൈനർ ആക്സിസോ? മൈനർ ആക്സിസ് 2B ആയിരിക്കും. എന്താണ്? 2B ആയിരിക്കും. ഒരു ബി ഇതാണ്ടേ, ഇവിടുന്ന് ഇവിടം വരെ ബി, ഇവിടുന്ന് ഇവിടം വരെ ബി. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇത് നോക്കിക്കോണം, എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് നമുക്ക് നോക്കാം. എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ നോക്കിക്കേ, ആദ്യത്തേനകത്ത് എന്താണ് പറയുന്നത്? ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫിഗർ. ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും. ഇനി ഇങ്ങനെ വരയ്ക്കുന്ന കേസിലാണെങ്കിലോ, ഇങ്ങനെ വരയ്ക്കുന്ന കേസിലാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താവും? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നാവും അല്ലേ, ബി സ്ക്വയർ എന്നാവും പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നാവും ഈക്വൽ ടു 1 എന്ന് വരും. ഇനി നോക്കിക്കേ, അടുത്തൊരു സാധനമാണ് പഠിക്കാൻ പോകുന്നത്, എക്സെൻട്രിസിറ്റി. എന്താണ്? എക്സെൻട്രിസിറ്റി. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷ്യോ ആണ്. എന്തിൻ്റെ റേഷ്യോ ആണ്? ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി എലിപ്സ് ടു വൺ ഓഫ് ദ ഫോക്കി. സെൻട്രൽ നിന്നും ഒരു ഫോക്കിയിലേക്കുള്ള ഡിസ്റ്റൻസും ടു എന്താണ്? വെർട്ടെക്സ് ഓഫ് എലിപ്സിലേക്കുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സെൻട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇ ഈക്വൽ ടു സി ബൈ എ. ഇ ഈക്വൽ ടു സി ബൈ എ. ഇനി ഇത് നമ്മൾ നോക്കുമ്പോഴല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. എന്താണ്? എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് ഇവിടെ. അതായത് സി ഈക്വൽ ടു എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലാറ്റസ് റെക്റ്റം എന്താന്ന്? ഇവിടെ എലിപ്സിൻ്റെ കേസിൽ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2b സ്ക്വയർ ബൈ എ എന്നാണ് ഇക്വേഷൻ വരുന്നത്. എന്താണ്? 2b സ്ക്വയർ ബൈ എ എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഇനി ലെങ്ത് ഓഫ് മേജർ ആക്സിസോ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, 2a വരും. മൈനർ ആക്സിസിൻ്റെയോ 2b വരും. ഇനി ഇവിടെ നോക്കിക്കൊണ്ട് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഏതാ മക്കളെ? ഹൈപ്പർബോളയാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈപ്പർബോള എന്ന് വെച്ചാൽ എന്താ? ഹൈപ്പർബോള ഇസ് എ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ദ ഡിഫറൻസസ് ഡിസ്റ്റൻസ് ഫ്രം 2 പോയിന്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നമ്മൾ മറ്റേ എലിപ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എലിപ്സിൻ്റെ കാര്യം പറഞ്ഞത് എങ്ങനെയായിരുന്നു?
ഇവിടെ സം ആയിരുന്നു പറഞ്ഞത് അല്ലേ. ഇനി താഴെ നമ്മുടെ ഹൈപ്പർബോളയുടെ കാര്യത്തിൽ എന്താ പറയുന്നത്? ഡിഫറൻസസ് ആണ് അല്ലേ. ഡിഫറൻസസ് ഓഫ് വാസ് ഡിസ്റ്റൻസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ് ഇൻ എ പ്ലെയിൻ ഇസ് കോൺസ്റ്റന്റ്. ഡിഫറൻസസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ദാണ്ടേ ഇനി ഇതിൻ്റെ ടു ഫിക്സഡ് പോയിന്റ്സ് ദാണ്ട് ഇതാണ് നമ്മുടെ 2 ഫിക്സഡ് പോയിന്റ്സ് വരുന്നത്. ഇവയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഫോക്കി. ഇനി ഇത് മിഡ് പോയിന്റ്, ഇത് വെർട്ടെക്സ്. നമ്മൾ നേരത്തെ മേജർ ആക്സിസും മൈനർ ആക്സിസും ഏതാണെന്ന് പഠിച്ചല്ലേ. എന്നാൽ ഹൈപ്പർബോളയുടെ കേസിൽ വരുന്നത് എന്താണ്? ട്രാൻസ്വേഴ്സും കോൺജുഗേറ്റുമാണ്. ട്രാൻസ്വേഴ്സ് ആക്സിസും കോൺജുഗേറ്റ് ആക്സും. അതായത് നമ്മുടെ അവിടുത്തെ മേജർ ആക്സിസിനെ നമ്മൾ ഇവിടെ വിളിക്കുന്നത് എന്താണ്? ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് വിളിക്കും. മൈനർ ആക്സിസിനെയോ കോൺജുഗേറ്റ് ആക്സിസ് എന്ന് വിളിക്കും. ഇനി അടുത്ത നോക്കിക്കേ. യെസ്, അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, വെർട്ടിസസ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഏതൊക്കെയാണ്. എന്താണ് ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ നോക്കിയേ, ഈ ഫിഗർ നോക്കിക്കേ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫിഗർ. ഇങ്ങനെയുള്ള കേസിൽ എന്താണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്? x² ബൈ a² മൈനസ് y² ബൈ b² ഈക്വൽ ടു 1 എന്ന് വരും. ഇനി ഇങ്ങനെയുള്ള കേസസിലോ? ഇങ്ങനെയുള്ള കേസിൽ വരുന്നത് എന്താണ്? y² ബൈ a² മൈനസ് x² ബൈ b² ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻ ക്ലിയർ ആണല്ലോ. ഇനി ഹൈപ്പർബോളയുടെ കേസിൽ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? എക്സെൻട്രിസിറ്റി ഇ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇ ഈക്വൽ ടു സി ബൈ എ തന്നെയാണ്. ഇനി ഹൈപ്പർബോള ഇൻ വിച്ച് എ ഈക്വൽ ടു ബി ഇസ് കോൾഡ് ഇക്വിലാറ്റർ ഹൈപ്പർബോള. അതായത് ഒരു ഹൈപ്പർബോളയിൽ എയും ബിയും ഈക്വൽ ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ നമ്മൾ വിളിക്കുന്നതാണ് എന്തിനെ? ഇക്വിലാറ്റർ ഹൈപ്പർബോള എന്ന് വിളിക്കും. എന്താണ്? ഇക്വിലാറ്റർ ഹൈപ്പർബോള എന്ന് വിളിക്കും. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ c² ഈക്വൽ ടു b² പ്ലസ് a² എന്നാണ് ഇക്വേഷൻ വരുന്നത്. ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്തോ 2a വരും. കോൺജുഗേറ്റ് ആക്സിസിൻ്റെ 2b വരും. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ആ ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? അപ്പം നമുക്ക് നമ്മുടെ കോണിക് സെക്ഷനിലെ ആദ്യത്തെ പ്രോബ്ലം നോക്കാം അല്ലേ. നോക്കിയേ, ആദ്യം എന്താ പറയുന്നത്? ഇത് ഒക്ടോബർ 2022 വന്ന പ്രോബ്ലം ആണ്. എത്ര മാർക്കിന്? 2 മാർക്കിന് വന്നു. എന്താ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ. സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാനാണ്. സെൻറ്റർ എന്താണ് തന്നിരിക്കുന്നത്? 2, 2. ഇനി വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് 4, 5. സർക്കിളിൻ്റെ കേസിൽ നമ്മൾ വരുന്ന എടുക്കുന്ന ഇക്വേഷൻ ഏതാണ്? യെസ്, നമ്മുടെ ഡിസ്റ്റൻസ് ഇക്വേഷൻ. ഡിസ്റ്റൻസ് ഇക്വേഷൻ എന്തായിരുന്നു? x മൈനസ് h ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു r² എന്നല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? r എന്താന്ന് കണ്ടുപിടിക്കണം. അതിന് സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? HK എന്ന് പറയുന്നതാണ് എന്തിവിടെ? 2, 2. ഇവിടുത്തെ XY ആയിട്ട് നമുക്കിപ്പോൾ എന്തിനെ എടുക്കാം? 4, 5 എടുക്കാം. അപ്പോൾ ഇത് അതിനകത്തോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് r ഈക്വൽ ടു കിട്ടും. നോക്കിയേ, ചെയ്ത് നോക്കിക്കേ, എന്ത് വരും? 4 മൈനസ് 2 ദി ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 2 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു r². അതായത് എത്ര വരും? 4 പ്ലസ് 9 ഈക്വൽ ടു 13 എന്ന് വരും, r². ഇനി നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണ്ടേ? ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, സെൻറ്റർ HK നമ്മൾ 2, 2 എന്ന് എടുക്കും. അടുത്ത് നമ്മളൊരു പോയിന്റ് XY എന്ന് കൺസിഡർ ചെയ്യും. നമ്മൾ ഇക്വേഷനകത്തോട്ട് എന്തിട്ട് കൊടുക്കും? x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 13 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ പ്രോബ്ലം അല്ലേ? അപ്പോൾ ഇനി നോക്കിക്കേ, ഒക്ടോബർ 2022 ചോദിച്ചൊരു പ്രോബ്ലം.
എത്ര മാർക്കിനാ? 3 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. എന്താ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കി, വെർട്ടിസസ്, ലെങ്ത് ഓഫ് ട്രാൻസ്ഫേഴ്സ് ആൻഡ് കോൺജുഗേറ്റ് ആക്സിസ്. പിന്നെന്താണ്? എക്സെൻട്രിസിറ്റി ആൻഡ് എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള. ഹൈപ്പർബോളയുടെ എന്തൊക്കെ കാണണം? ഫോക്കി കാണണം, വെർട്ടിസസ് കാണണം, ലെങ്ത് ഓഫ് ട്രാൻസ്ഫേഴ്സ്, കോൺജുഗേറ്റ് ആക്സിസ്, എക്സെൻട്രിസിറ്റി. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചാലോ? യെസ്, ഇവിടെ നോക്കിയേ, ഇത് ഏത് ഫോമിലാണ് മക്കളെ തന്നേക്കുന്നത്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നുള്ള ഫോമല്ലേ? അപ്പം അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ബൈ 3 സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ 4 സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ നോക്കിക്കോണം, ഇവിടെ എ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ആരെക്കാട്ടിലും? ബിയെ കാട്ടിലും. ഓക്കെ, ഇനി അതായത് ഹൈപ്പർബോളയുടെ കേസിൽ എ ബിയെ കാട്ടിലും ചെറുതായിരിക്കും. അപ്പോൾ നോക്കിയേ, നമുക്ക് എ എന്ന് പറയുന്നത് എന്ത് കിട്ടി? എ ഈക്വൽ ടു 3 കിട്ടി, ബി ഈക്വൽ ടു 4 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാ? സി കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ സി എന്താ വരുന്നത്? സി ഈക്വൽ ടു എന്ത് വരും? നമ്മുടെ ഇക്വേഷൻ എന്താ? റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? നോക്കിയേ, റൂട്ട് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? റൂട്ട് 25 ഈക്വൽ ടു 5 വരുന്നില്ലേ? അപ്പം സി കണ്ടുപിടിച്ചു. ഇനി നോക്കിക്കോണം, നമ്മുടെ അടുത്ത് ആദ്യം കണ്ടുപിടിക്കാൻ എന്താ ചോദിച്ചേക്കുന്നത്? ഫോക്കി കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നുണ്ടല്ലേ? ഫോക്കി എന്ന് പറയുന്നത് എന്താ മക്കളെ? പ്ലസ് ഓർ മൈനസ് C0 ആണ് എന്ത്? ഫോക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഫോക്കി അതെ, സി ഈക്വൽ ടു 5 കണ്ടുപിടിച്ചു. അപ്പം ഫോക്കി എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ഓർ മൈനസ് 5 0 എന്ന് വരും. ഇനി അടുത്ത നോക്കിക്കേ, അടുത്ത എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്? വെർട്ടിസസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. വെർട്ടിസസ് എന്തായിരിക്കും? വെർട്ടിസസ് ഇപ്പം നമുക്കിവിടെ ഷോർട്ടായിട്ട് വീന്ന് കൊടുക്കാം. വെർട്ടിസസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് A0 എന്നാണ്. ഇവിടുത്തെ കേസിൽ എന്താണ്? എ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് 3 0 എന്ന് വരും. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ട്രാൻസ്വേഴ്സ് ആക്സിസ് കണ്ടുപിടിക്കാനുണ്ട് അല്ലേ? എന്താണ്? ട്രാൻസ്വേഴ്സ് ആക്സിസ് കണ്ടുപിടിക്കാനുണ്ട്. ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ എന്താണ്? ട്രാൻസ്വേഴ്സ് ആക്സിസ് ടി എ എന്ന് ഞാനിവിടെ ഷോർട്ടായിട്ട് കൊടുക്കാവേ. ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ എന്താണ്? 2a. അപ്പോൾ എന്താണ്? 2 × 3 ഈക്വൽ ടു 6 അല്ലേ? ഇനി അടുത്ത എന്താ കാണാനുള്ളത്? കോൺജുഗേറ്റ് ആക്സിസ് സി എ എന്ന് കൊടുക്കാം. കോൺജുഗേറ്റ് ആക്സിസിൻ്റെ എന്താണ്? കോൺജുഗേറ്റ് ആക്സിസിൻ്റെ 2b ആണ് ഇക്വേഷൻ. അപ്പോൾ 2 × എന്താണ്? b ഈക്വൽ ടു 4 ഈക്വൽ ടു 8 വരും അല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത് ചോദിച്ചേക്കുന്നത്? യെസ്, എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. എക്സെൻട്രിസിറ്റി ഡിനോട്ട് ചെയ്തത് എന്താ? സ്മോൾ ലെറ്റർ ഇ വെച്ച്. ഇ ഈക്വൽ ടു എന്താണ്? സി ബൈ എ. ഇവിടെ സി ഈക്വൽ ടു എത്ര മക്കളെ വരുന്നത്? സി ഈക്വൽ ടു 5, എ ഈക്വൽ ടു 3. അപ്പോൾ എന്താണ്? 5/3 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം കണ്ടുപിടിച്ചില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യനകത്ത് എന്താ പറയുന്നത്? ജനുവരി 2022 ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഫൈൻഡ് കോർഡിനേറ്റ് ഓഫ് ഫോക്കസ്, ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, പാരബോള. പാരബോളയുടെ ഇക്വേഷൻ തന്നേക്കുന്നത് എന്താ? y² ഈക്വൽ ടു 8x എന്നാണ് തന്നേക്കുന്നത്. അപ്പം പാരബോളയുടെ ഇക്വേഷൻ നമ്മുടെ ബേസിക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്തായിരുന്നു? y² ഈക്വൽ ടു 4ax എന്നല്ലേ? അതായത് ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് 4a എന്ന് പറയുന്നത് 8 വരും. ദാറ്റ് മീൻസ് എ എന്താണ്? എ ഈക്വൽ ടു 2 എന്ന് വരും. എ ഈക്വൽ ടു 2 എന്ന് വരും. ഇനി നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് എന്താണ്? ഫോക്കസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഫോക്കസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 2 0 വരും അല്ലേ? ഇനി നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചേക്കുന്നത്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നു.
ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് പാരബോളയുടെ ഇക്വേഷൻ എന്താ മക്കളെ? 4a ആണല്ലേ. അതായത് 4 × a എന്ന് പറയുന്നത് 2 = 8. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദാണ്ടെ ഓക്കെ, ഇത് ഇഷ്ടംപോലെ അറ്റംപ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഇംപ്രൂവ്മെൻറ്റ് 2017, മാർച്ച് 2014, മാർച്ച് 2013, മാർച്ച് 2016, ജനുവരി 2022, ഒക്ടോബർ 2022. 3 മാർക്കിന്. എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് കുറേ തവണ ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ഏതാ? യെസ്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഫോക്കി വെർട്ടിസസ്, the length of major axis, minor axis, the eccentricity and lattice rectum of ellipse. എലിപ്സിൻ്റെ ഫോക്കി വെർട്ടിസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, എക്സെൻട്രിസിറ്റി, ലാറ്റസ് റെക്ടം എന്നിവ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ദാണ്ട് ഇവിടെ നോക്കിയേ. ഇത് ഏത് ഫോമിലാണ് ഇക്വേഷൻ കിടക്കുന്നത്? x² / a² + y² / b² = 1 എന്നുള്ള ഫോർമുലയാണ് കിടക്കുന്നത്. ഇവിടെ എലിപ്സിൻ്റെ കേസിൽ എ എന്ന് പറയുന്നത് ബിയെക്കാട്ടിലും എപ്പോഴും വലുതായിരിക്കും. അതായത് x² / 5² + y² / 3² = 1 എന്നാണ് നമ്മളോട് വന്നേക്കുന്നത്. അതായത് a = 5 എന്നും b = 3 എന്നും നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? സി കണ്ടുപിടിക്കണ്ടേ? സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സി = √a² - b². അതായത് എന്താ വരുന്നത്? √25 - 9 = √16 = 4 എന്ന് കിട്ടും അല്ലേ? സി എന്ന് പറയുന്നത് 4 കിട്ടി. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കണ്ടേ? യെസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്താണ്? 2a ആണല്ലേ. 2a എന്ന് പറയുന്നത് എന്താണ്? 2 × 5 = 10 വരും. ഇനി ലെങ്ത് ഓഫ് മൈനർ ആക്സിസിൻ്റെയോ 2b എന്നായിരിക്കും വരുന്നത്. = 2 × b എത്രയാണ്? 3 = 6 എന്ന് വരും. പിന്നെ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് ഏതാണ്? യെസ്, എക്സെൻട്രിസിറ്റി ഇ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇയുടെ ഇക്വേഷൻ എന്താ മക്കളെ? ഇ = c/a. ഇവിടെ എ എത്രയാണ്? 5. സി എത്രയാണ്? 4 അല്ലേ? അപ്പം 4/5 വരും. ഇനി അടുത്ത നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ? യെസ്, ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കാണ്ടാണ്. ലാറ്റസ് റെക്ടത്തിൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? 2b² a എന്നാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? 2b² a എന്ന്. അതായത് 2 × 9/5 = 18/5 എന്ന് വരും. അപ്പോൾ നോക്കിയേ, സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇത് കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ഈ എക്സാമിന് വരും എന്നുള്ളത് പക്ക ഷുവറാണ്. നോക്കിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. ഏതാ മക്കളെ നമ്മുടെ അടുത്ത ചാപ്റ്റർ? യെസ്, ഇൻട്രൊഡക്ഷൻ ടു 3-dimensional geometry. അപ്പോൾ നോക്കിയേ, 2 dimension എന്ന് വെച്ചാൽ എന്താ? XY ആക്സിസുകളുള്ള, എന്താണ്ട് ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചേക്കുന്നതാണ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഞാൻ വരയ്ക്കുന്ന കാര്യത്തിൽ ഭയങ്കര വീക്ക് ആയതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പിക്ചറെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇപ്പം ഇതിനകത്ത് ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ നെയിം ചെയ്യും? എക്സ് വൈ എന്ന് നെയിം ചെയ്യും അല്ലേ? 2 ഡയമെൻഷനകത്ത് നമ്മൾ നെയിം ചെയ്യുമ്പോൾ, ഒരു പോയിന്റ് നെയിം ചെയ്യുമ്പം എക്സ് വൈ എന്നെടുക്കും. ഇനി നോക്കിക്കേ, ഒരു ബോളിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ 3 ഡയമെൻഷനിലൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു ബോൾ, ഇതാണ് നമ്മുടെ ബോൾ. ഈ ബോൾ എടുക്കുമ്പം ഇതിരിക്കുന്നത് 3 ഡയമെൻഷനിലാണ്. അതെന്താ മിസ് 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞേ? തട്ട് നോക്കിയാൽ മക്കളെ, തണ്ടേ ഇതൊരു ആക്സിസ്, ഇതൊരു ആക്സിസ്, ഇതൊരു ആക്സിസ്, എക്സ് വൈ ഇസഡ്, 3 ആക്സിസുകളിലായിട്ടാണ് എന്തിരിക്കുന്നത്? ഈ ബോള് ഇരിക്കുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? 3 ഡയമെൻഷൻ എന്ന് വിളിക്കും. ഞാനൊരു എക്സാമ്പിളോട് തരാം. ഇതെന്താണ്? യെസ്, നമ്മുടെ റുബിക്സ് ക്യൂബ് അല്ലേ? ഇത് നോക്കിയേ, ഇത് വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ നോക്കിയേ,
3 ആക്സിസ് വന്നില്ലേ, എക്സ് വൈ ദെൻ ഇസഡ്. 3 ആക്സിസ് വന്ന കണ്ടോ ഇല്ലേ? ഇനി ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ തരാം. ഇവിടെ നോക്കിക്കേ, ഈ ഒരു കോർണർ നോക്കിക്കോണം. എക്സ് വൈ ഇസഡ് കണ്ടില്ലേ? ഇതെന്താണ്? 3 ഡയമെൻഷൻ ആണ്. എന്താണ്? 3 ഡയമെൻഷൻ ആണ്. അപ്പോൾ 3 ഡയമെൻഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് നമുക്ക് 3 ആക്സിസുകൾ കാണും. അതിൽ തന്നെ ഏതൊക്കെ പ്ലെയിൻ ആണ് വരുന്നത്? എക്സ് ഓ വൈ, വൈ ഓ ഇസഡ്, ഇസഡ് ഓ എക്സ്, അങ്ങനെ എക്സ് വൈ പ്ലെയിൻ അതിനകത്ത് തന്നെ. അതായത് ഏതൊക്കെ പ്ലെയിൻ ആയിരിക്കും കാണുന്നത്? നോക്കിയേ, ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും. ഇതെന്താണ്? എക്സ് വൈ പ്ലെയിന്. ഇത് എക്സ് ആക്സിസും ഇത് ഇസഡ് ആക്സിസും വരുന്നതാണെങ്കിൽ ഇവിടെ എന്ത് വരും? എക്സ് ഇസഡ് ആക്സിസ്, ഇസഡ് പ്ലെയിന്. ഇവിടെയോ ഇസഡ് വൈ പ്ലെയിൻ അല്ലെങ്കിൽ വൈ ഇസഡ് പ്ലെയിൻ എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? 3 കോർഡിനേറ്റ് പ്ലെയിൻസ് എന്ന് വിളിക്കും. എന്താണ്? 3 കോർഡിനേറ്റ് പ്ലെയിൻസ് എന്ന് വിളിക്കും. ഇതിന് ഒറിജിനാണ്, സെൻറ്ററിനാണ് നമ്മൾ ഒറിജിൻ എന്ന് വിളിക്കുന്നത്. ഓ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി നോക്കിയേ, നമ്മൾ പണ്ട് തൊട്ട് പഠിച്ചിട്ടുണ്ട് ക്വാഡ്രൻസ് അല്ലേ? ക്വാഡ്രൻസ് എന്ന് വെച്ചാൽ എന്താ? നമ്മളിതിനെ 4 ഡിവൈഡ് ചെയ്യുന്ന അല്ലേ? 1 2 3 ആൻഡ് 4. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ എന്ത് വിളിക്കും? ഒറിജിൻ 0 0 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും അല്ലേ? ഇനി നോക്കിക്കോണം, ഒക്ടൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒക്ടൻസ്? ഒക്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ക്വാഡ്രൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു 4 ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, 8 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്താണ്? 8 ഡിവൈഡ് ചെയ്യും. അങ്ങനെ 8 ഡിവൈഡ് ചെയ്യുന്നത് ഒരു 3D ഇമേജ് ആണ്. കണ്ടേ, ഇതൊരു പ്ലെയിന്, ഇതൊരു പ്ലെയിന്, ഇതൊരു പ്ലെയിന്. ഓക്കെ, ഇങ്ങനെ 8 ഡിവൈഡ് ചെയ്യും. ഈ ഒക്ടൻസിന് സൈൻ ഒക്കെ ഉണ്ട്. സൈൻ നമുക്ക് പതുക്കെ പഠിക്കാം. അതിലിപ്പോൾ ഒരു ഇത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്ലെയിൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ് വൈ പ്ലെയിന്. ഇത് വൈ ഇസഡ് പ്ലെയിന്. ഇതോ? ഇത് എക്സ് ഇസഡ് പ്ലെയിന്. ഇനി നോക്കിക്കോണം, the 3 coordinate planes divide the space into 8 parts. അതിങ്ങനെ വിളിക്കുന്നത് എന്താണ്? ഒക്ടൻസ്. ഇനി അതിൻ്റെ നെയിമും കാര്യങ്ങളും ഒക്ടൻസിൻ്റെ തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇനി നോക്കിക്കേ, കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ഇൻ സ്പേസ്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു, ഒരു 2 ഡയമെൻഷൻ ഫിഗറിൽ നമ്മളൊരു പോയിന്റ് വെക്കുകയാണെങ്കിൽ എന്താണ് അതിനെ നമ്മൾ നെയിം ചെയ്യുന്നത്? എക്സ് വൈ എന്നായിരിക്കും നമ്മൾ നെയിം ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കോണം, ഇവിടെ ഇത് സെൻറ്ററിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? 0 0 0. 3 ആക്സിസ് വരുന്നത് എക്സ് വൈ ഇസഡ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോണം, നമ്മൾ ഈ പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, പോയിന്റിനെ നെയിം ചെയ്യണം. ഈ പോയിന്റ് എവിടെയാണ് നിൽക്കുന്നത്? ഇവിടാണ് പോയിന്റ് വരുന്നത്. അതായത് ഏത് പ്ലെയിനിൽ? എക്സ് വൈ പ്ലെയിനിലാണ് വരുന്നത്. അപ്പോൾ നോക്കിക്കോണം, എക്സ് വൈ പ്ലെയിനിൽ വരുന്നതുകൊണ്ട് ഇസഡ് പ്ലെയിനിൽ വരുന്നില്ല. അപ്പം ഇസഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എക്സ് വൈ പ്ലെയിനിൽ വരുന്നതുകൊണ്ട് ഇസഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പം എക്സ് വൈ 0 എന്ന് നമ്മൾ നെയിം ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ദ കോർഡിനേറ്റ്സ് ഓഫ് ഒറിജിൻ O എന്ന് പറയുന്നത് 0 0 0 ആയിരിക്കും. ദ കോർഡിനേറ്റ്സ് ഓഫ് എനി പോയിന്റ് ഓൺ എക്സ് ആക്സിസിൽ മാത്രമുള്ളതാണെങ്കിൽ വൈയും ഇസഡും എന്തായിരിക്കും? 0 ആയിരിക്കും. വൈയും ഇസഡും 0 ആയിരിക്കും. ഇനി എനി പോയിന്റ് ഓൺ വൈ ഇസഡ് പ്ലെയിൻ ആണെങ്കിലോ? ഇവിടെ എക്സിനെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം 0 വൈ ഇസഡ് എന്ന് നമുക്ക് വരും. ഇനി അടുത്ത നോക്കിക്കേ, സൈൻസ് ഓഫ് ക്വാഡ്രൻസ്. ഇത് നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിക്കുന്ന അല്ലേ? സൈൻസ് ഓഫ് ക്വാഡ്രൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലേ? രണ്ടും പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ സെക്കൻഡ് ക്വാർട്ടറിൽ വരുമ്പോഴോ മൈനസ് പോസിറ്റീവ്. തേർഡിലോ രണ്ടും നെഗറ്റീവ് ആയിരിക്കും.
ഏതിനെയാണ് നമ്മൾ ഈ പറയുന്നത്? എക്സ് കോർഡിനേറ്റും വൈനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇനി ഇവിടെയോ ഫോർത്തിൽ പോസിറ്റീവും നെഗറ്റീവും ആയിരിക്കും. ഇത് വെച്ച് നമുക്ക് ഒക്ടൻസിൻ്റെ സൈൻ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. യെസ്, ഇതാണ് ഒക്ടൻസിൻ്റെ സൈന്. ഇത് കാണുമ്പം കുറേ സൈനൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഇത് പഠിക്കാനായിട്ടൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഏതാന്ന് പറഞ്ഞു തരട്ടെ. ഇത് നോക്കിക്കേ, ഇസഡിൻ്റെ ഇത് കൺസിഡർ ചെയ്യുമ്പം ആദ്യത്തെ 4 എന്ത് ചെയ്യുക? പോസിറ്റീവ് ഇടുക. 4 പോസിറ്റീവ്. ആദ്യത്തെ 4 ഒക്ടൻസ് എന്തായിരിക്കും? ഇസഡിലെ പോസിറ്റീവ് ആയിരിക്കും. ഇനി 5 തൊട്ട് 8 വരെയുള്ളതിലോ നെഗറ്റീവ് ആയിരിക്കും. ഇസഡിൻ്റെ കേസ് വരുമ്പം നെഗറ്റീവ് ആയിരിക്കും. ഇനി എക്സ് വൈ പ്ലെയിനിൻ്റെ നോക്കിയേ, ആദ്യത്തെ 4 നമ്മുടെ ഒക്ടൻസിനകത്ത് എങ്ങനെയായിരുന്നു വന്നിരുന്നത്? എക്സ് എന്തായിരുന്നു? പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആയിരുന്നു. ഏതാ നോക്കിയേ, പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആയിരുന്നു. ഇനി വൈയോ പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേ? പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. അല്ല, വൈയുടെ എന്തായിരുന്നു ഒന്ന്? പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് അല്ലേ. എന്താ ഇത് രണ്ടും പോസിറ്റീവ്, ലാസ്റ്റത്തത് നെഗറ്റീവ്. എടാ മക്കളെ, അത് തന്നെ സെയിം താണ്ട് ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. അതായത് എക്സിൻ്റെയും വൈയുടെയും കേസിൽ ആദ്യത്തെ 4 ആക്സസ്, അതായത് ഒക്ടൻസിൻ്റെ സൈൻ പഠിച്ചിരുന്നാൽ മതി. അല്ല, ക്വാഡ്രൻസിൻ്റെ സൈൻ ഇല്ലേ, അത് പഠിച്ചിരുന്നാൽ മതി. ഒക്ടൻസും അടുത്ത 5 to 6 എന്ന് പറയുന്നത് റിപ്പീറ്റ് ആവും. ഓക്കെ ആണല്ലോ, സിമ്പിൾ അല്ലേ പഠിക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത നോക്കേണ്ടതാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട്. 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ ഏതാണ്? കൊച്ചിലെ തൊട്ട് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ഏതാ മക്കളെ? എ ബി ഈക്വൽ ടു, ഇവിടെ എ ബി, എ എന്ന് പറയുന്നത് x1 y1 ബി എന്ന് പറയുന്നത് x2 y2 ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് x2 മൈനസ് x1 ദോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദോൾ സ്ക്വയർ. റൂട്ട് ഓഫ് x2 മൈനസ് x1 ദോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഓൾ സ്ക്വയർ എന്ന് വരും. ഇനി നോക്കിക്കേ, distance between 2 points in space. സ്പേസിൽ വരുവാണെങ്കിലോ പി എന്ന് പറയുന്നത് x1 y1 z1, q എന്ന് പറയുന്നത് x2 y2 z2 എന്ന് എടുക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഒന്നുമില്ലടാ, നമ്മുടെ പഴയ ഇക്വേഷനകത്തോട് താണ്ടേ z2 മൈനസ് z1 ഡോൾ സ്ക്വയറും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താ ഇക്വേഷൻ വരുന്നത്? എ ബി ഈക്വൽ ടു റൂട്ട് x2 മൈനസ് x1 ഡോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഡോൾ സ്ക്വയർ പ്ലസ് എന്താണ് ആഡ് ചെയ്യേണ്ടത്? z2 മൈനസ് z1 ദി ഓൾ സ്ക്വയർ എന്ന് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനകത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താലോ. യെസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ് ലൈ ഓൺ വൈ ഇസഡ് പ്ലെയിൻ. വൈ ഇസഡ് പ്ലെയിനിൽ ലൈ ചെയ്യുന്ന ഇതിലേത് പോയിന്റ് ആണെന്ന് ചോദിച്ചേക്കുന്നത്. ഒക്ടോബർ 2022 1 മാർക്കിന് ചോദിച്ചതാണേ. അതായത് വൈ ഇസഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ഇല്ലല്ലോ. എക്സ് എന്ന് പറയുന്നപ്പോൾ എന്താണ്? എക്സ് ഈക്വൽ ടു 0. അപ്പം 0 വൈ ഇസഡ് എന്ന് വരുന്ന പോയിന്റ് ഏതാണോ അതായിരിക്കും എന്ത് നമ്മുടെ ആൻസർ വരുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ എക്സ് 0 അല്ലേ, വൈ എന്ന് പറയുന്നത് 1ഉം ഇസഡ് എന്ന് പറയുന്നത് 2ഉം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഡി ഓപ്ഷൻ ആണ്, 0 1 2. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, മാർച്ച് 2015 ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിൻ്റേത്. ഇതിനകത്ത് ഏത് പോയിന്റാണ് എക്സ് ഇസഡ് പ്ലെയിനിൽ ലൈ ചെയ്യുന്നതെന്ന്. ഇവിടെ ഏത് ആക്സസ് ഇല്ലാത്ത വൈ ഇല്ലല്ലേ. അപ്പോൾ വൈ എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ വൈ 0 വരുന്നത് എക്സ് 0 ഇസഡ് എന്ന ഫോമിൽ കിടക്കുന്നതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഏതാ? യെസ്, ആൻസർ ബി ആയിരിക്കും, 2 0 3. സിമ്പിൾ അല്ലേടാ മക്കളെ? ഇനി അടുത്ത് നോക്കിക്കേ, യെസ്, ജാനുവരി 2022 ചോദിച്ചതാണ്, 2 മാർക്കിന്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഏതൊക്കെയാണ്? 1 - 2 3 ആൻഡ് 4 1 2.
അപ്പോൾ ഡിസ്റ്റൻസ് ഡി എന്താണ് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ആദ്യം x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ അല്ലേ. x2 എന്ന് പറയുന്നത് ഇവിടെ 4 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ 1 മൈനസ് ഓഫ് -1 വരുമ്പം +2 ആവും അല്ലേ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഇത് 2 മൈനസ് 3 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ വരുന്നേ റൂട്ട് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് -1ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 9 പ്ലസ് 9 പ്ലസ് 1 എന്താ മക്കളെ വരുന്നേ റൂട്ട് 19 എന്ന് ആൻസർ വരും. സിമ്പിൾ അല്ലേ. ജസ്റ്റ് ആ ഫോർമുല നമ്മളൊന്ന് അപ്ലൈ ചെയ്തല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ, മാർച്ച് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്കിനാ 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യന്. എ എന്ന് പറയുന്നത് 0710, ബി എന്ന് പറയുന്നത് -166, സി എന്ന് പറയുന്നത് -496. എന്താണ് ഒരു വെർട്ടക്സിൻ്റെ ട്രയാങ്കിൾ ആണ്. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ വെച്ചിരിക്കുന്നത് അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെ കണ്ടുപിടിക്കണം എ ബി കണ്ടുപിടിക്കണം, ബി സി കണ്ടുപിടിക്കണം, എ സിയും കണ്ടുപിടിക്കണം. നോക്കിയേ എ ബി എങ്ങനെ കണ്ടുപിടിക്കണേ നമ്മുടെ ഇക്വേഷൻ ഇടുമ്പോൾ എന്ത് വരും -1 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 7 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 10 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ വരുന്നേ -1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് 1 പ്ലസ് 16 ഈക്വൽ ടു എന്ത് വരും റൂട്ട് 18 എന്ന് വരും. ഇനി ഇവിടെ നോക്കിയേ നമുക്ക് ബി സി കണ്ടുപിടിക്കാം. ബി സി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ ബിയും സിയുടെയും പോയിന്റ് നോക്കിക്കേ ഏതൊക്കെയാ ഇതും ഇത് രണ്ടെണ്ണോ ബി സിയുടെ അല്ലേ. അത് വെച്ച് നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ -4 മൈനസ് -1 എന്നല്ലേ വരുന്നത്. അപ്പം +1 എന്ന് കൊടുക്കാം ഹോൾ സ്ക്വയർ പ്ലസ് 9 മൈനസ് 6 സ്ക്വയർ പ്ലസ് 6 മൈനസ് 60 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും ഇവിടെ മക്കളെ -4 മൈനസ് 1 -4 പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ് -3 സ്ക്വയർ പ്ലസ് അടുത്തത് 9 മൈനസ് 6 എന്ന് പറയുന്നത് വീണ്ടും 3 സ്ക്വയർ പ്ലസ് 6 മൈനസ് 6 ഹോൾ സ്ക്വയർ 0. ഇനി എന്താ വരുന്നത് റൂട്ട് 9 പ്ലസ് 9 ഈക്വൽ ടു റൂട്ട് 18 എന്ന് വരും അല്ലേ. ഇനി എ സി എന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. എയുടെയും സിയുടെയും പോയിന്റ് ഏതൊക്കെയാ ഇത് സി ഇത് എ. അപ്പം എ സി എന്താ കണ്ടുപിടിക്കുന്നേ റൂട്ട് -4 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 9 മൈനസ് 7 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 10 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് -4ൻ്റെ സ്ക്വയർ പ്ലസ് -2ൻ്റെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും 16 പ്ലസ് -2ൻ്റെ സ്ക്വയർ 4 -4ൻ്റെ സ്ക്വയർ 16 ഈക്വൽ ടു 36 എന്ന് വരും അല്ലേ. റൂട്ട് 36 അല്ലേ, റൂട്ട് വിട്ടുപോയല്ലോ. അതായത് എന്താ മക്കളെ വരുന്നത് എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 18, ബി സി സ്ക്വയർ എന്ന് പറയുന്നത് 18,
AC² എന്ന് പറയുന്നത് 36 അല്ലേ. നമ്മളിത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? യെസ്, നമ്മുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. ഏതാണ്? AC² = AB² + BC² ആണോ എന്ന് നോക്കണം. ഓക്കെ, 36 = 18 + 18 അല്ലേ. അപ്പോൾ ഇതെന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇനി അടുത്ത് നോക്കിയേ, മാർച്ച് 2019 6 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മൾ അടുത്ത് AB കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നു. A, B, C എന്ന് പറയുന്ന 3 പോയിന്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ ചോദിച്ചിരിക്കുന്നത് കൊലീനിയർ ആണോ എന്ന് ചോദിച്ചേക്കാണ് പ്രൂവ് ചെയ്യാനായിട്ട്. മക്കളെ, കൊലീനിയർ എന്ന് വെച്ചാൽ ഈ 3 പോയിന്റുകളും ഒരേ ലൈനിൽ, അതാണ്ട് ഇപ്പോൾ ABC എന്നിട്ടിട്ട് അതിൻ്റെ ഒരു ലൈൻ ഒരേ ലൈനിൽ വരുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കൊലീനിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് AB കണ്ടുപിടിച്ചാലോ. AB = √2 -4 വരുമ്പം +4 ² +4 - 6 ² +6 - 10 ² equal to 6² + -2² plus -4ന്റെ സ്ക്വയർ ഈക്വൽ ടു എന്താ വരുന്നേ? √36 + 4 + 16 ഈക്വൽ ടു √56 എന്ന് വരും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2√14 എന്ന് എഴുതത്തില്ലേ? 2√14 വരും. ഇനി അടുത്ത നോക്കിക്കേ, കൊലീനിയർ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ AB + BC എന്ന് പറയുന്നത് AC ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് AB + BC എന്ന് പറയുന്നത് AC ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ AB കണ്ടുപിടിച്ചു. ഇനി നമുക്ക് BC കണ്ടുപിടിച്ചാലോ. BC = √14 - 2 ² plus 0 - 4 ² plus -2 - 6 ² equal to √12² plus -4² plus -8ന്റെ സ്ക്വയർ ഈക്വൽ ടു 144 plus 16 plus 64 വരും. ഈക്വൽ ടു എത്ര മക്കളെ വരുന്നത്? √224. ഈ √224നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 √14 എഴുതത്തില്ലേ? √14 ഫോമിലേക്ക് മാറ്റുമ്പോൾ 4 √14 എന്ന് എഴുതാം. ഇനി നോക്കിയേ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ABയും BCയും നമ്മൾ കണ്ടുപിടിച്ചു. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഏതാണ്? AC ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് AC കണ്ടുപിടിച്ചാലോ. ഓക്കെ, AC = √14 -4. അപ്പോൾ എന്താ? 14 + 4 plus 0 - 6 plus -2 - 10 ² ഈക്വൽ ടു എന്ത് വരും? √18ന്റെ സ്ക്വയർ പ്ലസ് -6ന്റെ സ്ക്വയർ പ്ലസ് -12ന്റെ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും?
18ൻ്റെ സ്ക്വയർ എത്ര 324 പ്ലസ് 6ൻ്റേത് 36, 12ൻ്റേത് 144 ഈക്വൽ ടു എത്ര മക്കളെ വരുന്നത് √504. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം 6√14 എന്ന് എഴുതത്തില്ലേ അല്ലേ? ഇനി നോക്കിക്കേ, കൊലീനിയർ ആണോ എന്ന് തെളിയിക്കണമെങ്കിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? എ ബി പ്ലസ് ബി സി എന്ന് പറയുന്നത് എ സി ആയിരിക്കണമെന്ന്. ഇവിടെ എ ബി എത്രയാണ് 2√14 പ്ലസ് ബി സിയോ 4√14 ഈക്വൽ ടു എത്രയാണ് 6√14 ഈക്വൽ ടു എന്താ എ സി. അപ്പം ഇതെന്താ കൊലീനിയർ ആണ് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? അപ്പം therefore the points are collinear എന്ന് നമ്മൾ എടുത്ത് ആൻസറിൽ എഴുതണം. ഓക്കെ, അപ്പം നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്താലോ? അപ്പം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് വാ.
ഓക്കെ, ബ്രേക്ക് കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നല്ലേ. അപ്പം നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ 12ാമത്തെ ചാപ്റ്ററായ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ഞാൻ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൻ്റെ ഒപ്പം തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബിക്കോസ് അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോയാലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. അപ്പോൾ ലിമിറ്റ്സിൽ മക്കളെ നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എഫ് ഓഫ് 3 ഈക്വൽ ടു കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒന്നുമില്ല, നമ്മൾ ആ എക്സിൻ്റെ സ്ഥാനത്ത് 3 ഇട്ടിട്ട് എഴുതും അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര വരും? 7 എന്ന് വരും. ഇനി എഫ് ഓഫ് 0 കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 ഇടും, ഈക്വൽ ടു 4 എന്ന് വരും. നമ്മുടെ അതിനകത്ത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൽ ഇപ്പോൾ 0 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം, ഇത് എക്സ് ടു 0 എന്ന് കൊടുക്കാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഇവിടെ 0 1 2 -1 -2 എന്നൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ 0 അല്ല കൺസിഡർ ചെയ്യുന്നത്, 0യുടെ 2 സൈഡിലേക്കുള്ളത് കൺസിഡർ ചെയ്യും. ഈ സൈഡിലേക്കുള്ള വരുമ്പോഴത്തേക്കും എന്താ വരുന്നത്? റൈറ്റ് ഹാൻഡ് സൈഡിലേത് റൈറ്റ് സൈഡും ഇത് ലെഫ്റ്റ് സൈഡും ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലേത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും ലെഫ്റ്റ് സൈഡിന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നും നമ്മൾ പറയും. ഓക്കെ, പിന്നെ ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് എന്താ പറയുന്നത്? അത് സെൻറ്റൻസിൻ്റെ ഫോർമുല എഴുതിയേക്കാണ്. The value of which function should assume at a given point x equal to a. There are essentially two ways x could approach a number, from left or from right. ഇനി രണ്ട് തരത്തിലുള്ള ലിമിറ്റ്സ് ആണുള്ളത്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും. ഇനി നോക്കിക്കേ, നോക്കി ഇവിടെ എയുടെ പ്ലസ് വന്നേക്കുന്നുണ്ടോ? ഈ പ്ലസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, അത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ആണെങ്കിലോ അത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, ഇതിനകത്ത് എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 10, അതായത് എക്സ് ഈക്വൽ ടു 5 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കോണം, ഇതിൻ്റെ രണ്ട് സൈഡിലേക്ക് പോകുമ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? 15 തന്നെ അല്ലേ അപ്രോക്സിമേറ്റ്ലി വരുന്നത്? വലിയ ചേഞ്ച് ഇല്ലല്ലോ. അതാണ് നമ്മൾ മേളിൽ പറഞ്ഞത്. ഇനി ഇത് നോക്കിക്കേ, നമുക്ക് ലിമിറ്റ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഇത് ജനുവരി 2022 ചോദിച്ചാണ്. ഇതിനകത്ത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ആദ്യം നമ്മൾ ഈ എക്സിൻ്റെ അവിടെ ഇവിടെ ഈ തന്നിരിക്കുന്ന നമ്പർ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ലിമിറ്റ് x² - 2 അല്ലേ. ഇതിനകത്ത് നമ്മൾ 2 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2² - 2 ഈക്വൽ ടു 4 - 2 ഈക്വൽ ടു 2 എന്ന ആൻസർ വന്നു. അപ്പോൾ 2 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കിക്കേ, ആദ്യം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ എക്സിൻ്റെ കൂടെ ഉള്ളതാണ്ട് ഈ താഴത്തെ ഈ നമ്പർ 1 അല്ലേ ഇവിടെ കിടക്കുന്നത്, ഇത് അപ്ലൈ ചെയ്യണം. എവിടെ? എക്സിൻ്റെ പ്ലേസിൽ. അപ്പം x² - 1 x - 1 എന്ന് വന്നു. ഇവിടെ നോക്കിക്കോണം, ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 1 - 1 1 - 1 എന്ന് വരും. 1² എന്ന് 1 ഈക്വൽ ടു 0/0 എന്ന് വരികയല്ലേ. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് അല്ല, ഈ ഒരു സ്റ്റെപ്പ് അല്ല കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്നതിനെ ഒന്നെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അപ്പോൾ നമ്മൾ വീണ്ടും എഴുതാണ്, ലിമിറ്റ് x to 1 x² - 1 ബൈ x - 1 എന്നല്ലേ. നോക്കിയേ, ലിമിറ്റ് x² - 1നെ നമുക്ക് എങ്ങനെ എഴുതാം? x - 1 ഇൻറ്റു x പ്ലസ് 2 അല്ല x പ്ലസ് 1 എന്ന് എഴുതാം. അതായത് x² - 1നെ നമുക്ക് എങ്ങനെ എഴുതാം? x² - 1² എന്നുള്ള ഫോമുല ആക്കാൻ പറ്റും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x - 1 ഇൻറ്റു x പ്ലസ് 1 എന്നുള്ള ഫോർമുലയിലേക്ക് എഴുതാം. ഡിവൈഡഡ് ബൈ നമ്മുടെ താഴത്തെ x - 1. ഇനി ഇവിടെ നോക്കിയേ, ഇത് രണ്ടും ക്യാൻസലായി പോയില്ലേ? ബാക്കി എന്തുണ്ട്? ബാക്കി ലിമിറ്റ് x to 1 x പ്ലസ് 1 എന്നേ ഉള്ളൂ. ഇനി എന്താ അപ്ലൈ ചെയ്യുക? ഇനി എക്സിൻ്റെ പ്ലേസിൽ ഓക്കെ എക്സിൻ്റെ പ്ലേസിൽ 1 അപ്ലൈ ചെയ്യുക. അതായത്
1 + 1 = 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരുന്നത്? 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? താഴെ ഇരിക്കുന്ന നമ്പർ ഏതാണോ അത് അപ്ലൈ ചെയ്യാം. അപ്പം 0/0 എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്യുകയോ സിംപ്ലിഫൈ ചെയ്യുകയോ ചെയ്ത് ശേഷം നമ്മൾ വീണ്ടും എക്സിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് മാർച്ച് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ 2 ഇട്ട് കൊടുത്ത് ചെയ്യണം അല്ലേ? ഇവിടെ നോക്കിയേ, എന്താണ് ഈക്വൽ ടു 2 ആണല്ലേ? അപ്പം ലിമിറ്റ് ഈക്വൽ ടു എന്ത് വരും? ഈക്വൽ ടു 2 വരും. കണ്ടോ? സിമ്പിൾ അല്ലേ? ഏതാണ്ട് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി അടുത്ത് നോക്കിയേ, താണ്ടേ നമ്മളിപ്പോൾ ചെയ്ത മോഡൽ. ഇതാദ്യം നമ്മൾ എന്ത് ചെയ്യണം? 2 ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പം 2³ - 4x² + 4x ഡിവൈഡഡ് ബൈ 2 അപ്ലൈ ചെയ്യാം. അപ്പം 4 × 2 സ്ക്വയർ 4 × 2 ബൈ 2² - 4 ഈക്വൽ ടു എന്ത് വരും? 2³ എന്ന് പറഞ്ഞാൽ 8 - 16 + 8 ബാക്കി 4/4 ഈക്വൽ ടു എന്താ? 0/0 വന്നില്ലേ? എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുകയോ ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്താലോ? അതെ, ഇതിന് നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യും? അവിടെ നോക്കിയാൽ മക്കളെ, ഈ ലിമിറ്റ് x³ - 4x² + 4x ഡിവൈഡഡ് ബൈ x² - 4നെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് x × x-2² ഡിവൈഡഡ് ബൈ x-2 × x+2 എന്ന് എഴുതത്തില്ലേ? എഴുതില്ലേ? ഇനി നോക്കിക്കേ, ഇവിടെ ഈ ഒരു x-2ഉം താഴത്തെ x-2ഉം കട്ട് ചെയ്ത് കളയാലോ. അപ്പോൾ നമുക്ക് എന്നാ വരും? അപ്പോൾ നമുക്ക് ഈക്വൽ ടു ലിമിറ്റ് x × x-2 ഡിവൈഡഡ് ബൈ x+2 എന്ന് കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 അപ്ലൈ ചെയ്താലോ എക്സിൻ്റെ പ്ലേസിൽ? അപ്പോൾ നമുക്ക് എന്നാ വരും? ഈക്വൽ ടു 2 × 2 - 2 ഡിവൈഡഡ് ബൈ 2 + 2 ഈക്വൽ ടു 2 × 0 എന്ത് തന്നെയാണ്? 0 തന്നെ അല്ലേ? 0 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു എന്ത് വരുമോ മക്കളെ? ഈക്വൽ ടു 0 അല്ലേ? 0/0 എന്ന് പറഞ്ഞ കേസ് വരുമ്പോൾ മാത്രം നമുക്ക് സിംപ്ലിഫിക്കേഷനോ ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇനി അടുത്ത നോക്കിക്കേ. അടുത്തത് പറയുന്നത് ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n ലിമിറ്റ് x⁴ x⁻n - a⁻n ലിമിറ്റ് x⁻n - a⁻n ഡിവൈഡഡ് ബൈ x - a എന്ന് പറയുന്നത് എന്താണ്? n × a⁻n - 1 ആണ്. എന്താണ്? n × a⁻n - 1 ആണ്. അപ്പോൾ ഇതിൻ്റെ വരുന്ന നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഇതാണ്ടേ ഇവിടെ നോക്കിക്കേ, ഇത് മാർച്ച് 2013 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2013 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ്? സെയിം സാധനമല്ലേ പറയുന്നത്, ഇതല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും? n × a⁻n - 1. ഇനി ഈ കേസ് നോക്കിക്കേ, 2 മാർക്കിന് ചോദിച്ചേക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് x⁻15 - 1 x⁻10 - 1. ഇതിനെ നമുക്ക് രണ്ടെണ്ണത്തിനെയും x-1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. x-1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ലിമിറ്റ്
x to 1 x raised to 15 minus 1 divided by x minus 1 വീണ്ടും divided by മറ്റേ x raised to 10 എഴുതണ്ടേ x raised to 10 minus 1 divided by x minus 1. ഇതിനെ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? ലിമിറ്റ് x to 1 x raised to 15 minus 1 divided by x minus 1 divided by limit x raised to 10 minus 1 divided by x minus 1. ഇത് ഏത് ഫോമാ മക്കളെ? തണ്ടേ നമ്മൾ നേരത്തെ പഠിച്ച ഈ ഒരു ഫോം അല്ലേ അത്? അപ്പം അതിൻ്റെ ആൻസർ എന്ത് വരും? ഓക്കെ, ഇങ്ങോട്ട് എഴുതാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒരുമിച്ച് കാണാമല്ലോ. ഓക്കെ, ഇവിടെ നോക്കിയേ. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? n റേസ് ടു n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 എന്നാണ് വരുന്നത്. അപ്പം 15 ഇൻറ്റു എക്സ് റേസ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു എക്സ് റേസ് ടു 10 മൈനസ് 1 ഈക്വൽ ടു എന്താ വരുന്നത്? 15. ഓക്കെ, നമുക്ക് ഈ എക്സിൻ്റെ പ്ലേസിൽ താഴെ 1 ഇല്ലേ, ആ 1 കൂടെ അങ്ങ് അപ്ലൈ ചെയ്യാം. അപ്പം എക്സിൻ്റെ പ്ലേസിൽ 1 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 ദ ഹോൾ റേസ് ടു 15 മൈനസ് 1. അപ്പം എന്താ? ഇൻറ്റു 15 ഇൻറ്റു 1 ദ ഹോൾ റേസ് ടു 14 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 1 റേസ് ടു 9. 1ന് ഏത് നമ്പറിൻ്റെ പവർ എടുത്താലും 1 തന്നെയല്ലേ വരുന്നത്. അപ്പോൾ 15/10 എന്ന് വരും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതത്തില്ലേ? 3/2 എന്ന് എഴുതാം. സിമ്പിൾ അല്ലേ? ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ലിമിറ്റ്സിൻ്റെ അകത്ത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വന്നു കഴിയുമ്പം ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇക്വേഷൻ സൈൻ എക്സ്, ലിമിറ്റിൻ്റെ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. അതുകൂടാതെ 1 മൈനസ് ലിമിറ്റ് 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് കൂടാതെ നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാനുണ്ട്. ലിമിറ്റ് ടാൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ടാൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. പിന്നെ നമുക്ക് ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? താണ്ടേ, ഇത് ഇംപ്രൂവ്മെൻറ്റ് 2015 ചോദിച്ചതാണ്. 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ചെയ്താലോ? ലിമിറ്റ് ടു 0 സൈൻ 4x ഡിവൈഡഡ് ബൈ സൈൻ 2x അല്ലേ? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ. ലിമിറ്റ് സൈൻ 4x ഇൻറ്റു സൈൻ 2x. നോക്കിക്കോണം, ഇതിനെ ഇവിടെ ഞാനൊരു 4x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ 4x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഒരു 2x വെച്ച് ഇതാക്കുമ്പോൾ ദാണ്ട് ഇവിടെ ഒരു 2x വന്നു. ഇനി നോക്കിക്കേ, ലിമിറ്റ് സൈൻ 4x ബൈ 4x എന്താണ്? 1 അല്ലേ? ഈക്വൽ ടു 1 വരും. ഇൻറ്റു 2x ബൈ സൈൻ 2xനെ നമുക്കത് 1 ആയിട്ട് തന്നെ വരും. അടുത്തതോ 4x ബൈ 2x ഈക്വൽ ടു 2 വരില്ലേ? ഈക്വൽ ടു 2 വന്നു. ഇനി നമ്മൾ ഡെറിവേറ്റീവ്സിലേക്ക് കിടക്കണം. മക്കളെ, ഡെറിവേറ്റീവ്സിൻ്റെ കാര്യം വരുമ്പം നമ്മൾ മെയിൻലി നോക്കേണ്ട ഇക്വേഷനാണ് തൻ്റെ ഇത്. ലിമിറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അപ്പം ഈ ഇക്വേഷൻ മറക്കരുത്. ഓക്കെ, അപ്പം ഇനി ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ നോക്കണം. ഡെറിവേറ്റീവ്സിനകത്ത് ഡി ബൈ ഡി എക്സ് കോൺസ്റ്റൻറ്റിനെ ആണെങ്കിൽ എന്താണ്? 0 ആയിരിക്കും വരുന്നത്. ഡി ബൈ ഡി എക്സ് കോൺസ്റ്റൻറ്റിനെയാണ് വരുന്നതെങ്കിൽ, സി എന്ന് ഉദ്ദേശിക്കുന്ന കോൺസ്റ്റൻറ്റിനാണ്, ഈക്വൽ ടു എന്ത് വരും? 0 വരും. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിനെയാണ് വരുന്നതെങ്കിൽ ഈക്വൽ ടു 1 വരും. ഇനി ഡി ബൈ ഡി എക്സ് 10x ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് വരും.
ഇതെന്താണ് ഈക്വൽ ടു 1 അല്ലേ, ഈക്വൽ ടു 10 എന്ന് വരും. ഇനി ഡി ബൈ ഡി എക്സ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാലോ n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 വരും. ഇനി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞാലോ സൈൻ എക്സിൻ്റെ ആണെങ്കിൽ കോസ് എക്സ് എന്നും കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് എന്നും ടാൻ എക്സ് ആണെങ്കിൽ സീക്ക് സ്ക്വയർ എക്സ് എന്നും ഇ റൈസ് ടു എക്സിന് ഇ റൈസ് ടു എക്സ് എന്ന് തന്നെ വരും. അപ്പം ഇതെന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, ഇത് മറന്നു പോരുത്. അതുകൂടാതെ ഇവിടെ ട്രിഗ്നോമെട്രിയുടെ കേസസ് വരുമ്പം നമ്മൾ മോസ്റ്റ്ലി അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ട്രിഗ്നോമെട്രി ചാപ്റ്ററിലെ അതിനകത്ത് നമ്മൾ പഠിച്ച ഇക്വേഷൻസും കാര്യങ്ങളും ഉണ്ടല്ലോ, അതിവിടെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ആ ചാപ്റ്റർ നിങ്ങൾക്ക് തറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതും കൂടെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി ഡെറിവേറ്റീവ്സിൻ്റെ ഓൾജിബ്രിക് ഫംഗ്ഷൻസ് നോക്കാം. ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ്. ഓക്കെ, അഡീഷൻ ആണെങ്കിലോ ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ജി ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ഇനി ഡിഫറൻസ് ആണെങ്കിലോ ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ജി ഓഫ് എക്സ് എന്ന് വരും. ഇനി പ്രോഡക്റ്റ് റൂൾ ആണെങ്കിലോ ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ജി ഓഫ് എക്സ് എന്ന് വരും. അപ്പം ഈ ഇക്വേഷൻസ് പ്രത്യേകിച്ച് ഈ പ്രോഡക്റ്റ് റൂള് ഓർത്തിരിക്കണം. ദെൻ ഇനി അടുത്തത് കോഷ്യൻ്റ് വരുമ്പോൾ ഡിവിഷനാണ് വരുന്നതെങ്കിലോ ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ജി ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ വരും. ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ റിവൈസ് ചെയ്യുന്നുള്ളൂ, ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇവിടെ ഇതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കണം. മാർച്ച് 2016, മാർച്ച് 2014, മാർച്ച് 2013 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് മക്കളെ? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമ്മുടെ അടുത്ത് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്? യെസ്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു ലിമിറ്റ് സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ടു, ഇത് നോക്കിയേ, ഇത് ഏതാണ്? സൈൻ എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോം അല്ലേ? അപ്പം അതിൻ്റെ ഇക്വേഷൻ വരുമ്പം നമ്മൾ ഇതിനകത്തോട്ട് എങ്ങനെ എഴുതും? സൈൻ എക്സ് കോസ് എച്ച് പ്ലസ് കോസ് എക്സ് സൈൻ എച്ച്, പിന്നെ നമ്മുടെ മൈനസ് സൈൻ എക്സ് ഉണ്ടല്ലോ, അതെടുത്ത് എഴുതി. മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? നോക്കിയേ, ഇവിടുത്തെ രണ്ടിടത്തെയും സൈൻ എക്സിനെ നമ്മളങ്ങ് പുറത്തേക്ക് എടുത്തു. എന്താണ് സൈൻ എക്സിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു? അപ്പം സൈൻ എക്സ്, പിന്നെ അകത്ത് എന്തൊക്കെ വരും? കോസ് എച്ച് മൈനസ് 1 പ്ലസ് നമ്മുടെ കോസ് എക്സ് സൈൻ എച്ച് ഇല്ലേ, അത് എഴുതി, ഡിവൈഡഡ് ബൈ എച്ച്. ഇനി നോക്കിക്കേ, ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം? സൈൻ എക്സ് കോസ് എച്ച് മൈനസ് 1 ബൈ എച്ച് രണ്ടായിട്ട് എഴുതാലോ, പ്ലസ് കോസ് എക്സ് സൈൻ എച്ച് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതാലോ. ഇനി ഇവിടെ നോക്കിക്കേ, എഫ് ഡാഷ് എക്സ് സൈൻ എക്സ് ഇൻറ്റു 0 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 എന്ന് വരില്ലേ? അപ്പോൾ എന്താ വരുന്നത്? ഈക്വൽ ടു മൈനസ് കോസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് വരും അല്ലേ? കോസ്
എക്സ് എന്ന് വരും, ഈക്വൽ ടു കോസ് എക്സ് എന്ന് വരും. സിമ്പിൾ അല്ലേ? നോക്കിയേ, നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലെ ഇക്വേഷനും കൂടെ അപ്ലൈ ചെയ്യുന്നു. അത് ഏത് ഫോമിലാണ്? നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ? സിമ്പിൾ ആണല്ലോ. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ മാരത്തോണ് എൻഡ് ചെയ്യാണ്. അപ്പം എക്സാമിന് എല്ലാവരും നന്നായി പഠിച്ച് നല്ലപോലെ റിവിഷൻ ചെയ്തിട്ട് വേണം പോയി എക്സാം എഴുതാനായിട്ട്. നന്നായിട്ട് പഠിച്ചെഴുതുക. ഓൾ ദ ബെസ്റ്റ്.